അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷമാണ് കേട്ടോ നിങ്ങളെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ ഇനി തുടർന്നുള്ള നമ്മളെ വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിന് ഇന്നലെ നോമ്പിന് നമ്മൾ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്തിന് ചിക്കൻ കറിയും പിന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കിനല്ലോ. അപ്പോൾ പത്തിരി ഉണ്ട് കുറച്ച് ബാക്കി, അതേപോലെ ചിക്കൻ കറിയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ ചൂടാക്കിയെടുത്തു. പിന്നെ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. പിന്നെ ചിഞ്ചുമോൾക്ക് ക്ലാസ് ഉണ്ട്, അവൾക്ക് ചോറ് വേണം. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും. പിന്നെ ദോശ ചൂടിനതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി ഇതാ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവലുണ്ട്. ഇന്നിപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയൊന്നും ഇല്ല കേട്ടോ. ഒന്ന് സാധാ ചോറും കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫ് വരട്ടിയതും അതേപോലെ മോര് കറിയും അതൊക്കെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കാബേജ് ഉപ്പേരിയും അതൊക്കെയാണ് ചോറിന് കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം നോമ്പ് എടുത്തൊക്കെയാണെങ്കിൽ പിറ്റേ ദിവസം ഒരു നോമ്പിൻ്റെ ഒരു ഫീൽ ഉണ്ടാവില്ലേ. ഫുഡ് കഴിക്കാനൊന്നൊരു തോന്നലൊന്നും അങ്ങനെ വരില്ല. നോമ്പ് നോറ്റിക്കണമെന്നൊരു തോന്നലാണല്ലേ. അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. പിന്നെ ചിഞ്ചുവിന് സ്കൂൾക്ക് ചോറ് വേണം. അപ്പോൾ ചോറ് വേവുമ്പോഴത്തേന് ചോറിനൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാബേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാബേജ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാബേജ് അരിയുമ്പോൾ അങ്ങനെ കുറച്ച് വലുതാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ ചോപ്പർ ഉണ്ടല്ലോ, ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ നല്ല പാകത്തിന് നല്ല ഭംഗിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ഇതായിട്ട് കിട്ടും. ഇത് കത്തി കൊണ്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമില്ല. പിന്നെ കുറേ സമയം വേണം അതിന് കേട്ടോ. കത്തി കൊണ്ട് തന്നെ ഉഷാറായിട്ട് അരിയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്ക് ഇതാണ് കേട്ടോ ഇപ്പോൾ ഈസി. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്യൽ. പിന്നെ കുറച്ചും കൂടെ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ചോപ്പറിലിട്ട് കണ്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്നാണ് ചോപ്പായി വരില്ല. പിന്നെ ഈ ഒരു ചോപ്പറിൻ്റെ റേറ്റ് 167 രൂപയാണ് കേട്ടോ. നല്ല ചോപ്പറാണ്. ഇതിൽ ഇതേപോലെ ഇങ്ങനെ കാബേജ് ആണെങ്കിലും അല്ലെങ്കിൽ ക്യാരറ്റോ എന്ത് പച്ചക്കറികളാണെങ്കിലും ഇതിലിട്ടിട്ട് ഇങ്ങനെ പിന്നെ അടച്ചു വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ബലം പിടിച്ച് ഇങ്ങനെ വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിച്ചെടുക്കുന്ന ചോപ്പറും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അത് ഞാൻ എടുക്കൽ തന്നെ അല്ല, ഈ ഒരു ചോപ്പർ തന്നെയാണ് കേട്ടോ അധികം ഉപയോഗിക്കൽ. ഇത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരുപാട് കൂട്ടുകാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചോപ്പർ. പിന്നെ നമ്മൾ ഗ്രോ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഗ്രോ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ ഷോപ്പ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ചപ്പാത്തി പരത്താനുള്ള ആ ഒരു ഷീറ്റും അതേപോലെ അങ്ങനത്തെ ചോപ്പറും ഒരുപാട് സാധനങ്ങൾ അവിടെ നമ്മൾ ഇങ്ങനെ വില കുറവിൽ കിട്ടുന്നതുകൊണ്ട് അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കൽ. അവരെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മൾ കാബേജൊക്കെ ചോപ്പ് ചെയ്ത് വെച്ച് പിന്നെ അതിക്ക് പച്ചമുളകും തേങ്ങ ചിരവിയതും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ചോറൊക്കെ വന്നപ്പോൾ ഞാൻ വേഗം ചോറ് ഊറ്റിയിട്ട് ആ ഒരു അടുപ്പത്ത് നമ്മളെ പിന്നെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന്. എന്നിട്ട് അതിക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നമ്മളെ ഉപ്പേരിൻ്റെ മിക്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അതിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും. ഈ ഒരു ചട്ടി അതേപോലെ തന്നെ കേട്ടോ, അടി പിടിക്കണ ഒരു പേടിയില്ല. അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഉപ്പേരിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഉപ്പേരിയൊക്കെ വന്നപ്പോൾ നമ്മൾ ചിഞ്ചുമോക്ക് ചോറ് ഞാനാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു മുട്ടയും പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിയൊക്കെ വന്നു. ഇനി ആ ഒരു അടുപ്പിൽ നമുക്ക് വേഗം കറി ഉണ്ടാക്കിയെടുക്കാം. കറി ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുമ്പളം കൊണ്ട് മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മോരില്ലാത്തൊരു മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നല്ല ഇളയ കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ ഞാനൊരു കഷ്ണം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ ഒരുപാട് കൂട്ടുകാർ ട്രൈ ചെയ്യലുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാൻ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പാലപ്പത്തിൻ്റെ റെസിപ്പി ഒരുപാട് കൂട്ടുകാർ ട്രൈ ചെയ്തിട്ട് നല്ലോണം ഉഷാറായി വന്നിട്ടുണ്ടായിനി എന്നൊക്കെ കമൻറ്റിൽ പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം കേട്ടോ. അതേപോലെ തന്നെ 1-2 കൂട്ടുകാർ പറഞ്ഞിനി പാലപ്പം ഉണ്ടാക്കിയിട്ട് റെഡി ആയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ മാവ് കൂട്ടി വെച്ചിട്ട് അത് നൊരഞ്ഞ് വന്നില്ല എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ ഈസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ടോ ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ചില കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്തിട്ട് ഉഷാറായിക്കണമെന്ന് പറഞ്ഞിനി. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ആ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ ഉഷാറായി കിട്ടിക്കോളൂ കേട്ടോ.
പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും ഒരുപാട് ക്വാണ്ടിറ്റി കൂടുതലാക്കിയിട്ട് ഉണ്ടാക്കരുത്. നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കണത് എന്തായാലും കുറച്ചുണ്ടാക്കി വെക്കുക. കുറച്ചുണ്ടാക്കി വെക്കുമ്പോൾ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോൾ അത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് കുടുങ്ങൂലേ. അപ്പം വെറുതെ വേസ്റ്റാക്കി കളയും വേണ്ട. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കുക. അങ്ങനെ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെറുതെ വേസ്റ്റ് ആക്കരുത്. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കണത് നോക്കിയാണ്ട് നിങ്ങൾ ഉണ്ടാക്കി കേട് വന്നെന്നൊക്കെ അറിയുമ്പോൾ എനിക്കും സങ്കടമാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഫ്ലോപ്പ് ആവണ ഒരു ഇതും ഞാനിതിൽ കാണിക്കലില്ല. ഒക്കെ നല്ലതാവണത് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് ഉഷാറാവണത് തന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യലുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും നല്ല മനസ്സോട് കൂടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒക്കെ റെഡിയായി വരും. അതേപോലെ തന്നെ പിന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി വേണമെന്നൊക്കെ വിചാരിച്ചുണ്ടാക്കുകയാണെങ്കിൽ ഒക്കെ ഉഷാറാവും. അപ്പോൾ എന്തായാലും നമ്മൾ കുമ്പളങ്ങയൊക്കെ ഞാൻ അരിഞ്ഞ് പിന്നെ അതിക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കൊറിയർ ഉണ്ടേനി. ഇത് ഞാൻ ഓർഡർ ചെയ്തതേനി കേട്ടോ. പിന്നെ ബാബുവിൻ്റെ കൂട്ടുകാരൻ ഗൾഫിക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അച്ചാർ ഓർഡർ ചെയ്തതേനി കേട്ടോ. ഇത് മീനച്ചാറാണ്. 1 കിലോ അച്ചാറാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളെപ്പോലുള്ളൊരു വീട്ടമ്മ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഒരു അച്ചാർ. പിന്നെ ഗൾഫിക്ക് കൊണ്ടുപോകാനാണെങ്കിലും നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തരുന്നാൽ അവർ നമുക്ക് അയച്ചു തരും. പിന്നെ ഓർഡറിനനുസരിച്ചിട്ടാണ് കേട്ടോ അവർ ഉണ്ടാക്കുക. നമുക്ക് ഏത് അച്ചാറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അവർ ഉണ്ടാക്കി തരും. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ റേറ്റ് 1000 രൂപയാണ് കേട്ടോ. 1 കിലോ മീനച്ചാറിന് 1000 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതൊന്നും എടുത്തുന്നുള്ളൂ കേട്ടോ. അത് നമ്മൾ പൊട്ടിക്കണമെന്നില്ല. അവർ പൈസയൊക്കെ തന്ന് അവർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ പുറത്തെടുത്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവരെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നല്ല അച്ചാറാണ് കേട്ടോ. നമ്മളിതിൻ്റെ മുന്നേ അവരെ അച്ചാറിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തതാണ്. പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് കാന്താരി മുളകൊക്കെ സുർക്കിയിലിട്ടിട്ടില്ലേനോ. അപ്പോൾ അതും അതിൻ്റെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച് അതും ഞാൻ പിന്നെ വേറൊരു ബോട്ടിലൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കൊടുത്തയച്ചു. പിന്നെ നമുക്ക് ഇതാ ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട്. ബീഫ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ബീഫ് വരട്ടണം. കറി ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നും നല്ല പോത്തിറച്ചി തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മളവിടെ ഇറച്ചിക്ക് 1 കിലോന് എത്രയാണ് പിന്നെ റേറ്റ് എന്നൊക്കെ കമൻറ്റിൽ അങ്ങനെ ചോദിക്കലുണ്ട്. ഇവിടെ 260ഉം 280ഉം ഉണ്ടാവലുണ്ട് കേട്ടോ. ചില കടയിൽ 260 ആവും, ചില കടയിൽ 280 ആവും. അപ്പം ബാബു ഇങ്ങനെ ഒരു 300 രൂപക്ക് അങ്ങനെ ആയിട്ടാണ് കേട്ടോ നമുക്ക് വാങ്ങൽ ചില ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഇത് 300 രൂപേൻ്റെ ബീഫാണ്. പിന്നെ അതിൽ ഇടയ്ക്കൊക്കെ വലിയ പീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ബീഫ് വെക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളി കൂടുതൽ ഇടുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ ബീഫൊക്കെ കഴുകിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും അത് വേഗം തൊലിയൊക്കെ കളഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ഉള്ളി ഇങ്ങനെ തൊലി കളയാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ ഉള്ളി അധികം ഇടാതെ നിൽക്കൽ. പിന്നെ ഒഴിവുണ്ടാവുന്ന സമയത്തൊക്കെ ചിലപ്പോൾ തൊലി കളഞ്ഞൊക്കെ വെച്ചാൽ മതി. പക്ഷെ അതൊന്നും ചെയ്യൂല. പിന്നെ അങ്ങനെ ഒഴിവുള്ള സമയം ഇപ്പം ഉണ്ടാവലേ ഇല്ല കേട്ടോ. ഏത് സമയത്തും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബിസി ആയിക്കാരം. അപ്പോൾ ഇന്നലെ നമുക്കൊരു കമൻറ്റ് ഉണ്ടായിന് കേട്ടോ. നമ്മളിങ്ങനെ മിറാജിൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ട് ചില ആൾക്കാർക്ക് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇതൊക്കെ ഒരു കണ്ടൻ്റ് ആക്കി ഇടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനും ഒന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. നമ്മൾ ഡെയിലി ഇപ്പോൾ വീഡിയോ ചെയ്യണതല്ലേ. അപ്പോൾ ഡെയിലി നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യൽ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നതൊന്നും അല്ല. കുക്കിങ്ങാണ് അധികം നമ്മളെ വീഡിയോയിൽ ഉണ്ടാവൽ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അതേപോലെ നിങ്ങൾ നമ്മളെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യലുണ്ടെന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ അല്ല അതൊക്കെ. അപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ നോക്കും. പിന്നെ ഒരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട്. ചിലപ്പോൾ രാത്രിയൊക്കെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഉറങ്ങലൊക്കെ. കറക്റ്റ് സമയത്ത് ഉറങ്ങാനും വരെ പറ്റലില്ല. അപ്പോൾ അതൊന്നും ചിലപ്പോൾ ഒരിക്കലും അറിയലുണ്ടാവില്ല. നമ്മൾ വെറുതെ വീഡിയോ ഇങ്ങനെ ഇട്ട് വെറുതെ പൈസ ഉണ്ടാക്കുകയാണെന്നുള്ള ആ ഒരു ചിന്തയാവും. പക്ഷെ നമ്മൾ നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെയാണ് കേട്ടോ പൈസ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളെ ആവശ്യത്തിന് നമുക്ക് ആരും നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന് തരില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ പറയും പിന്നെ അവർ അത്ര തന്ന് ഇത്ര തന്നെന്നുള്ളത് അവരെ മനസ്സിലുണ്ടാവും. അവരെ പറഞ്ഞിട്ട് കാര്യമല്ല. പക്ഷേ നമ്മൾ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കി നമ്മളെ പിന്നെ ബാധ്യതകളൊക്കെ നമ്മൾ വീട്ടുന്ന സമയത്ത് ആണ് നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. അല്ലാതെ പിന്നെ നമ്മൾ വീഡിയോ ഇട്ടാണ്ട് പിന്നെ നമ്മളെ പ്രദർശിപ്പിച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടോ ഒന്നുമല്ല നമ്മൾ വീഡിയോ ഇടുന്നത്. നമ്മളിങ്ങനെ ചെറിയ ചെറിയ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇട്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെയുള്ളൂ എൻ്റെ മനസ്സിൽ കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ കണ്ടിട്ട് തന്നെ ഒരുപാട് കൂട്ടുകാർ കാറ്ററിംഗ് ഒക്കെ തുടങ്ങി എന്ന് അറിഞ്ഞ് അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെക്കൊണ്ടും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടായല്ലോ നമ്മളെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യണമൊക്കെ അറിയുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമല്ലേ.
ഒരാളെ വിജയത്തിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പിന്നെ ഓരോ കുറ്റം പറയാനും ഓരോ സങ്കടപ്പെടുത്താനും അല്ല നോക്കേണ്ടത് അല്ലേ. എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മളെ ഹൈഫ കിച്ചൺ ചാനലിൽ. അപ്പോൾ അവരെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടാണ്ട് നമ്മളെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് എനിക്ക്. അത് ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ മുന്നോട്ട് പോണത്. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഞാൻ പിന്നെ ചട്ടിയിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടേക്കും. പിന്നെ ഇന്നലെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ബീഫും ഉണ്ടാക്കുന്നത്. ബീഫ് കറിയല്ല, ബീഫ് ഇങ്ങനെ വെള്ളമൊക്കെ കുറച്ച് ഇങ്ങനെ വറ്റിച്ചെടുക്കൂലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ചട്ടിയിലാക്കി വെച്ചു. പിന്നെ നമ്മളിവിടെ കറിക്ക് അടുപ്പത്ത് വെച്ചിട്ടില്ലേനു കുമ്പളങ്ങ, അതൊക്കെ വെന്തിട്ടുണ്ടായിന് കേട്ടോ. അത് വെന്തപ്പോൾ പിന്നെ അതിനേക്ക് കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞിട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ തേങ്ങയും നല്ല ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും 2-3 ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്ത് അരപ്പൂതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും ഇങ്ങോട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം, എന്നിട്ട് കടുക് വറുത്തെടുത്താൽ മതി. അപ്പോൾ കറി റെഡിയായി. പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ നമ്മൾ പിന്നെ ബീഫൊക്കെ പിന്നെ ചട്ടിയിലാക്കി വെച്ചിനല്ലോ, അതിനിപ്പോൾ ഈ അടുപ്പത്തേക്കാണ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കൊന്ന് വന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ജോലികൾ ഇനിയും കിടക്കണുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് വേവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ തീർക്കാം. പിന്നെ ഇന്ന് നമ്മൾ ഐഫക്കുട്ടിൻ്റെ സ്കൂളിൽ പരിപാടി ഉണ്ട്, അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് പരിപാടിക്ക് പോകണം. അപ്പോൾ വേഗം പണികളൊക്കെ തീർക്കുകയാണ് കേട്ടോ. ഇനി കറിയും കൂടി ഒന്ന് വറവിട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലക്കാനൊക്കെ നിൽക്കാം. പിന്നെ ഇവിടെ പുറത്ത് തന്നെ നമ്മളെ അലക്ക് കല്ലും അതേപോലെ പുറത്ത് അടുപ്പൊക്കെ ആകുമ്പോൾ നല്ല സുഖമാണ്. നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക, തീയും കത്തിക്കുക. അങ്ങനെ 2 പണികൾ തീരൂലേ ഒരേ സമയം. 2 3 ഒന്നല്ല, നമ്മൾ വീട്ടമ്മമാർ ഒരേ സമയം തന്നെ എത്ര സ്ഥലത്ത് ജോലികൾ ചെയ്യൂലേ, എത്ര ജോലികൾ ചെയ്യുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. നേരെ മറിച്ച് നമ്മൾ ഹസ്ബൻഡുമാരെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ കഴിയൂലല്ലോ. ഓരൊക്കെ കുറച്ച് നേരം എടുക്കുക, കഴിഞ്ഞാൽ പിന്നെ ഓർക്കൊക്കെ മടുപ്പേക്കാരും. നമുക്ക് എത്ര എടുത്താലും മടുപ്പില്ലാത്തൊരു പണിയാണല്ലേ കിച്ചണത്തെ പണികളും അതേപോലെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ മടുത്തിട്ട് കാര്യമില്ല, ആരും വന്ന് എടുത്ത് തരൂലല്ലോ, അവനാൻ എടുക്കേണ്ടത് അവനാൻ തന്നെ എന്തായാലും എടുക്കണം. അപ്പോൾ പെട്ടെന്ന് ജോലികളൊക്കെ തീർത്ത് ഫ്രീ ആവാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുറേ സമയമായിട്ടോ. പിന്നെ ഇന്ന് ബാബു ഇല്ലേന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായപ്പം കുറേ സമയമായി ഫുഡ് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുട്ടികൾ സ്കൂളിലൊക്കെ വന്ന് അങ്ങനെ നമ്മൾ ഐഫക്കുട്ടിൻ്റെ പരിപാടിക്ക് പോയിട്ടോ. മരുമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. അപ്പോൾ ഐഫക്കുട്ടിൻ്റെ ഡാൻസ് ഞാൻ ഒറ്റയ്ക്ക് ഇടാം കേട്ടോ, അതിലിട്ട് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടുതലാവും, അതേപോലെ കോപ്പിറൈറ്റ് ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.